നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രേതം, ഭൂതം, ആത്മാവ്, ഇതിലൊക്കെ വിശ്വാസമുള്ളവരാണോ നിങ്ങൾ? ഞാൻ ഏകദേശം ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. കോട്ടയത്തുള്ള ഒരു വർഗീസ്, കോട്ടയം ജില്ലയിൽ അയർക്കുന്നത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായ കാര്യം ഇവരുടെ ഒരു സുഹൃത്ത് തന്നെയാണ് പറയുന്നത്. അത് അയാളുടെ ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ എത്ര ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ എത്ര ആൾക്കാർ ഇത് ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആരൊക്കെ നോക്കിയെന്നുള്ള അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇവർക്ക് ജോമൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട്, ഒരു ഫ്രണ്ട്സ് ഉണ്ട്. അദ്ദേഹം ഗൾഫിലാണ് ജോലി. ഗൾഫിൽ, ദുബായിൽ, അബുദാബി, UK അപ്പോൾ അദ്ദേഹം അവിടെ എന്തോ ഒരു മിലിറ്ററി ജോബിലോ അങ്ങനെ എന്തോ ഒരു വർക്കാണെന്ന് തോന്നുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം ഏറെക്കാലമായിട്ട് അവിടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ 2025, അതായത് കഴിഞ്ഞ മാസം ഡിസംബറിൽ, 2025 ഡിസംബറിൽ ക്രിസ്മസിന് ഒരു 9 ദിവസമുള്ള സമയത്ത് അദ്ദേഹം ഈ വർഗീസിനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇദ്ദേഹം ഗൾഫിൽ നിന്ന് അവിടുത്തെ ലുലു മാളിൻ്റെ, അതായത് അബുദാബിയിലത്തെ അവിടുത്തെ ലുലു മാളിൻ്റെ ഷോപ്പിൽ പോയിട്ട് ആ ലുലു മാളിൻ്റെ അവിടുന്ന് മുട്ടായി വാങ്ങി. ആ ലുലു മാളിൻ്റെ ആ കവറൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. ഈ ജോമാന് വർഗീസിനെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ വർഗീസിന് കാര്യം എന്താണെന്നുള്ളത് അറിയത്തില്ല. വർഗീസ് കണ്ടപ്പോൾ ഒറിജിനൽ ജോമാൻ തന്നെയാണ്. അപ്പോൾ എന്തോ ഒരു ചെറിയ രൂപ വ്യത്യാസമൊക്കെ ഉണ്ട്. രൂപ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തോ കവളൊക്കെ വീങ്ങിയിരിക്കുന്നോ ഒക്കെ കണ്ടിട്ട് ഈ വർഗീസ് വളരെ സ്നേഹത്തോടെ, ഹായ് ജോമോനെ, കയറി വാ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്, നീ എത്ര ദിവസം ലീവുണ്ട്, എന്നാണ് വന്നത്? അപ്പോൾ ജോമോൻ പറഞ്ഞ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ജോമോനൊരു മുട്ടായി കവറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് പുറത്ത് ഒരു പുളിയും ഒരു മാവും കൂടി കൂടിയിട്ടൊരു സ്ഥലം, അവിടെ ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു സ്ഥലമുണ്ട്, വേരോട് കൂടിയിട്ട്. അവിടെ വേരൊക്കെ ഉണ്ട്. അപ്പോൾ ആ വേരിൻ്റെ ഏതൊരു ഭാഗത്ത് ഇവരിന്ന് സ്ഥിരം അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തികളാണ്. ഈ ജോമോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വർഗീസിനെ കാണുകയും വർഗീസായിട്ട് സംസാരിക്കുകയും, അങ്ങനെ വർഗീസുമായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് പിന്നെ ഇവിടെ ഈ ജോമോൻ വന്നു. ശരിയാണ്, ജോമോൻ വന്നു. ജോമോനെ വളരെ സ്നേഹത്തോടെ ഈ വർഗീസ് സ്വീകരിച്ചു. നീ കയറിയിരിക്കാനൊന്നും സമയമില്ല, എനിക്ക് വേഗം പോകേണ്ടതാണ്. അപ്പോൾ കുറച്ച് വർത്തമാനങ്ങളൊക്കെ സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ വർഗീസിൻ്റെ വീട്ടിലിട്ട് വർഗീസിൻ്റെ അമ്മയാണോ ഇനി ഭാര്യയാണോ ആരോ ഒരാൾ വിളിച്ചു. വർഗീസിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു, വർഗീച്ചാന്ന് വിളിച്ചു. വർഗീച്ചൻ കയറിപ്പോയി. അപ്പോൾ അതുവരെ ജോമൻ അവിടെ ഉണ്ടായിരുന്നു. വർഗീച്ചൻ കയറി 1-2 മിനിറ്റ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം തിരിച്ചു വന്നു. 1 മിനിറ്റ് പോലും എടുത്തില്ല. ആ 1 മിനിറ്റ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ജോമനെ അവിടെ കാണാനില്ല. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആകെ അയാൾ ഇവിടെ വരുമ്പോൾ വർഗീസിനെ കണ്ടില്ല, ജോമോനെ കണ്ടില്ല. അപ്പോൾ ഇയാൾ ശരിക്കും പകച്ചു പോയി. ഇതെന്താണ്, ഇവൻ എവിടെ പോയി? വർഗീസെന്ന് വിളിച്ച് പുറകെ നടന്നു. പക്ഷേ വർഗീസിനെ കാണുന്നില്ല കേട്ടോ. ഇതെന്താണെന്ന് അറിയാനായിട്ട് എന്നിട്ട് ഇവൻ വീട്ടിൽ ചെന്നു. വർഗീസ് വീട്ടിലോട്ട് തന്നെ കയറിപ്പോയി. വർഗീസ് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞു ജോമോൻ വന്നിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വർഗീസിന് രാത്രി ഫോൺ വരുന്നത്. ജോമോൻ ഗൾഫിൽ നിന്നും മരിച്ചു എന്നും പറഞ്ഞിട്ട് ഫോൺ വരുന്നത്. അപ്പോഴാണ് വർഗീസ് അന്തം പെടുന്നത്, പകച്ചു പോയി. കാരണം വെച്ചാൽ അപ്പോൾ ഇത്ര നേരം സംസാരിച്ച് ജോമോനായിരുന്നില്ല, ജോമോൻ്റെ ആത്മാവ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ഒരു ആത്മാവ് ഗൾഫിൽ നിന്ന് അവിടെ 8:30 സമയം, ഇന്ത്യൻ സമയം 9:30 സമയം. അപ്പോൾ അവിടെ 8:30 സമയത്ത് അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ 9:30 സമയത്ത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ആത്മാവ് ഇവിടെ പറന്ന് വന്നിട്ട് ഈ ജോമോനോട്ട് സംസാരിക്കുകയും ജോമോന് ഒരു കൂടി ചോക്ലേറ്റ് മുട്ടായി അബുദാബി ലുലു മാളിൽ നിന്ന് വാങ്ങി ചോക്ലേറ്റ് മുട്ടായി കൊടുക്കുകയും ചെയ്തു. സുഹൃത്തുക്കൾ, നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാരും വിശ്വാസക്കുറവാണ്. നിങ്ങൾ വിശ്വസിക്കത്തില്ല. നിങ്ങൾ പറയും ഞങ്ങൾ ഭ്രാന്തനാണ്, ഞങ്ങളെ വട്ടന്മാരാക്കും. സംഭവം ഇത് ഉണ്ടായിട്ടുണ്ട്. ആത്മാവ് ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. പക്ഷേ വിശ്വാസമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ള പറയാം. എന്നിട്ട് ഈ വർഗീസിനോട് ഈ ജോമോൻ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കോട്ടയത്തുള്ള ഏതോ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ എന്തോ പെരയുടെ ആധാരമോ എന്തൊക്കെ പണയം വെച്ചിട്ട്, വീടിൻ്റെ ആധാരമൊക്കെ പണയം വെച്ചിട്ട് അദ്ദേഹം കുറച്ച് പൈസ 3 ലക്ഷം രൂപയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ
അത് അനിയത്തിനെ കെട്ടിക്കാനും അതുപോലെ ഒരുപാട് ആവശ്യങ്ങൾക്ക് അദ്ദേഹം എടുക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ ഈ ആധാരമൊക്കെ അവിടെ പണയം വെച്ച വിവരം പിന്നീട് വർഗീസ് പറയുമ്പോഴാണ് ഈ ജോമോൻ മരിച്ചുപോയ ജോമോൻ്റെ വീട്ടുകാരെ അറിയുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് ഒക്കെ പറയുമ്പോൾ ഊളത്തരമാണ്. കാരണം വെറുതെ പൊട്ടത്തരം പറയുകയാണ്. ഇതൊന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഇതാണ് പ്രേക്ഷകരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം. എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ പറയട്ടെ, ഈ ഗൾഫിൽ നിന്ന് ശരിക്കും ആത്മാവ് വന്നു എന്ന് പറഞ്ഞോ ഓക്കെ, പക്ഷേ ഈ ആത്മാവ് എങ്ങനെ മുട്ടായി വാങ്ങി? ഈ ലുലുമാളിൽ നിന്ന് ഗൾഫിലെ അബുദാബി ലുലുമാളിൽ പോയി മുട്ടായി വാങ്ങിയിട്ട് ആ ആത്മാവ് എങ്ങനെ ഇവിടെ കൊണ്ടുപോയി കൊടുത്തു? ആത്മാവിനുള്ള കഴിവുണ്ടോ? സാധാരണ ഒറിജിനൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതാണ് ഇന്നത്തെ ഇത്. കാരണം നമുക്ക് ഇതിൽ വിശ്വാസമില്ലാത്ത പോലെയല്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എത്ര പേർക്ക് ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിന് എതിരായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ട്. ഈശ്വരൻ ഉണ്ടെങ്കിൽ ശാശ് അല്ലെങ്കിൽ ഭൂതം എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ മനുഷ്യൻ മരിക്കുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറുന്നതാണ് ഈ ഭൂതം. അങ്ങനെയാണ് ഈ മനുഷ്യൻ ഇവിടെ പാറി പറന്ന് ആത്മാവായിട്ടൊക്കെ നടക്കുന്നത്. ചിലപ്പം മരിച്ച ആളുകളെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പേടിച്ച ആളുകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ സംഭവം യാഥാർത്ഥ്യമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആൾക്കാർ ഈ 21ാം നൂറ്റാണ്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും. എന്നാൽ ഇത് അനുഭവം ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഇതിനെപ്പറ്റി നേര് പറയും. അവർ കറക്റ്റ് സത്യമാണെന്ന് നിങ്ങൾ പറയുന്നത് പറയും. മനസ്സിലായില്ലേ? എല്ലാം ശരിക്കും ഒറിജിനൽ ഒരു മനുഷ്യൻ വാങ്ങിത്തരുന്ന പോലെ ഈ മരിച്ചു പോയ ആത്മാവ് വന്ന് വാങ്ങിത്തന്നു. ചോക്ലേറ്റ് മുട്ടായി എന്നിട്ട് ഈ വർഗീസ് അത് സ്വീകരിക്കുകയും വാങ്ങി അവനത് വീട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതൊക്കെ കണ്ടില്ല, അതൊക്കെ ഒറിജിനൽ. കാരണം ഗൾഫിൽ 8:30 മരിച്ച ആൾ 9:30 ഇന്ത്യൻ സമയത്ത് 9:30 ഇവിടെ എത്തിയെങ്കിൽ എത്ര സ്പീഡിലാണ് പിന്നെ ആത്മാവ് ഇവിടെ എത്തിയത്. അപ്പോൾ ആ കൂട്ടുകാരനുള്ള മരിക്കുമ്പോഴുള്ള സ്നേഹം, ഈ വർഗീസിനോടുള്ള സ്നേഹം കൊണ്ടാണ് അയാൾ അവിടെ വന്നത്. അപ്പോഴാണ് ഇത് പിന്നെ മരിച്ചു എന്നുള്ള വിവരം കിട്ടിയപ്പം അത് രാത്രിയിൽ ഇയാൾ ജോലി കഴിഞ്ഞ് ഇയാൾ വീട്ടിൽ പോകുന്ന സമയത്ത് ഇയാളുടെ അബുദാബിയിൽ ഇയാളുടെ റൂമിൽ പോകുന്ന സമയത്ത് ഇവരൊക്കെ പാടെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഒരു വണ്ടിയിൽ സ്റ്റാഫുകളെ കൊണ്ടാക്കുന്നൊരു വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരു ചെറിയ ഹൃദയാഘാതം അയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അയാൾക്കിടയിൽ ഇതിങ്ങനെ ഹൃദയാഘാതം വരുമായിരുന്നു. അപ്പോൾ അതത്ര കാര്യമാക്കില്ല. അങ്ങനെ ഒരു ഹൃദയാഘാതം വന്നു. ഒരു 8-10 മിനിറ്റ് ആയിട്ടുള്ളൂ മരിച്ചിട്ട്. അങ്ങനെ വണ്ടിയിലിരുന്ന് ഇവരെ ഇറങ്ങുന്ന സമയത്ത് റൂമിൻ്റെ മുൻപിലെത്തി, ഇവരെ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിലെത്തി ഇറങ്ങുന്ന സമയത്ത് ഇയാളെ വിളിച്ചു നോക്കുമ്പോൾ ഇദ്ദേഹം കണ്ണു തുറക്കുന്നില്ല, മരിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ല? ആ മരിച്ച സമയം കൊണ്ടാണ് ഇവിടെ വന്നത്. വർഗീസിനെ വന്ന് ഇവിടെ കോട്ടയത്ത് അയർക്കുന്നത്ത് വന്ന് സന്ദർശിച്ച് പോയി. പക്ഷേ ഈ വർഗീസിന് മാത്രമേ കണ്ടുള്ളൂ ഈ ജോമോനെ. വേറെ ആരും കണ്ടില്ല, വേറെ ആരും അറിഞ്ഞിട്ടുമില്ല. ജോമോൻ അവിടെ വന്നതും സംസാരിച്ചതും ചോക്ലേറ്റ് മുട്ടായി കൊടുത്തതും. ശരി, എന്നാലും കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ പ്രേക്ഷകരുടെ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ശരി, എന്നാൽ ഗുഡ് ബൈ.